ഈ മുണ്ടക്കൈ ചൂരൽമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം ഇന്ന് നടക്കാൻ പോവുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. വെള്ളാർമല GVHS, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLP സ്കൂൾ, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. അർജുൻ ചേരുന്നുണ്ട്. രോഹിണി, നമുക്ക് അർജുൻ, നമസ്തേ. കുട്ടികളിൽ നിന്ന് തിരികെ അവരുടെ ജീവിതത്തിലേക്ക് നേരത്തെ അവർ ജീവിച്ചിരുന്നത് പോലെ അത്ര കണ്ട് ആവാൻ കഴിയില്ലെങ്കിലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് കൂട്ടായെങ്കിൽ പോലും അവർ സ്കൂളിലേക്ക് എത്തിയാൽ അവരൊന്ന് നോർമലായാൽ ബാക്കിയെല്ലാം നോർമലായി അല്ലെ? എല്ലാ കുടുംബങ്ങളിലേക്കും സന്തോഷങ്ങൾ വരും. എങ്ങനെയാണ്, എത്രത്തോളം സന്തോഷത്തോടെ കുട്ടികൾ എത്തിത്തുടങ്ങിയോ? ഈ പകരമുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? ഇതിനു മുൻപ് ഈ സ്കൂളിലേക്ക് അവരെത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് വേണ്ട മാനസിക പിന്തുണയൊക്കെയും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ് അർജുൻ? തീർച്ചയായും വലിയ ഒരു ദുരന്തത്തിൽ നിന്നും കരകയറുന്ന ഒരു നാടാണ് ഈ ഒരു വയനാട് എന്ന് പറയുന്നത്. ആ വയനാടിലെ മേപ്പാടി എന്ന് പറയുന്നത്, ആ മേപ്പാടിയിലാണ് ഇത്തരത്തിൽ സന്തോഷത്തിന്റെ ഒരു പുതുദിനം ഇവിടെ ഒരുങ്ങുന്നത്. അതായത് നമുക്ക് കാണുവാൻ സാധിക്കും, വിദ്യാർത്ഥികളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മേപ്പാടി സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അതായത് മുണ്ടക്കൈയിലെയും അതുപോലെ തന്നെ വെള്ളാർമല, ചൂരൽമലയിലുള്ള വെള്ളാർമല സ്കൂളും തകർന്നു പാടെ അവിടെ പഠന സാധ്യമല്ലാതായതോടെയാണ് പിന്നീട് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടായത്. ആ ആശങ്ക ദൂരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മേപ്പാടി സ്കൂളിലും അതുപോലെ തന്നെ APJ ഹാളിലുമായി ഈ രണ്ട് സ്കൂളുകളിലെയും വിദ്യാഭ്യാസം തുടരുവാൻ തീരുമാനമായത്. അത്തരത്തിൽ വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു നിമിഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം രാവിലെ തന്നെ തങ്ങളുടെ മറ്റ് സ്കൂളുകളിൽ, രണ്ട് സ്കൂളുകളിലെയും കുട്ടികളെ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തുക്കളെ വരവേൽക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആ ഒരു തയ്യാറെടുപ്പിലാണ് ഏവരും ഉള്ളത്. നമുക്ക് കാണുവാൻ സാധിക്കും, സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ നിരന്നു നിൽക്കുന്നുണ്ട്. SPC അടക്കമുള്ള വിദ്യാർത്ഥികൾ, SPC വിദ്യാർത്ഥികൾ അടക്കം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഏവരും വലിയ സന്തോഷത്തിനാണ്. പുറമേ നിന്നുകളൊക്കെയാണ് ബാൻഡ് സെറ്റ് അടക്കമുള്ളത് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഒരു നമുക്ക് വി ശിവൻകുട്ടി ഇവിടെ എത്തി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് SPC സ്റ്റുഡൻസ് അവരുടെ രാവിലെ തന്നെ അവർ ഇത്തരത്തിൽ പരേഡ് നടത്തുന്ന ഒരു കാഴ്ചയടക്കമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. അധ്യാപകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലെയും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളിലെയും അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളും മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികളും അടക്കം അല്പസമയത്തിന് തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികളും കൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വി ശിവൻകുട്ടി അല്പസമയത്തിനകം തന്നെ പുനർപ്രവേശനോത്സവം നടത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഉദ്ഘാടനം അദ്ദേഹമായിരിക്കും നടത്തുക. എന്തിനാ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ലൊരു സുദിനം അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം, അത് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. മേപ്പാടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 900-ലധികം ആളുകൾ ഉണ്ടായിരുന്ന ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ മേപ്പാടി സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിലാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂളിലെ അടക്കം അല്ലെങ്കിൽ മുണ്ടക്കൈയിലെ കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുന്നത്. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ APJ ഹാളിലായിരിക്കും വിദ്യാഭ്യാസം നടത്തുക. ഇത്തരത്തിൽ ആദ്യ ദിനങ്ങളിൽ ഇവർക്ക് ക്ലാസുകൾ ഉണ്ടാകില്ല. ഒരു 2 ആഴ്ചത്തേക്ക് കാലം പാഠ്യേതര വിഷയങ്ങളായിരിക്കും കൂടുതലായി ഇവരെ പഠിപ്പിക്കുക. അതായത് മാനസികമായിട്ടുള്ള ഇവരുടെ ഉല്ലാസത്തിനായിരിക്കും കൂടുതലായിട്ട് ഇവർ പ്രാധാന്യം നൽകുക. പാഠ്യ രീതിയിൽ നിന്നും ഉപരി മാനസികമായി ഇവർക്ക് എത്തരത്തിൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതടക്കം നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ കടക്കുക. മാത്രമല്ല ഇതിൽ ഈ ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്നുപോയ വിദ്യാർത്ഥികളുണ്ട്. തങ്ങളുടെ സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ മാനസികമായിട്ട് ഉല്ലാസങ്ങൾ നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കൗൺസിലിംഗ് രീതികളടക്കം തീർച്ചയായും അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മനസ്സിൽ മുറിവുണങ്ങാത്ത കുട്ടികളും ഇക്കൂട്ടത്തിൽ ഉണ്ട്. അവരെയൊക്കെ ജീവിതത്തിൻ്റെ ഇനിയുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ എത്തിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ പഠനം എന്നതിലുപരി കൂട്ടായ ഒരു പരിശ്രമമാണ് അതിജീവനത്തിൻ്റെ ലക്ഷ്യം എന്ന് പഠിപ്പിക്കുകയും അവരെയൊക്കെ മാനസികമായി കൂടുതൽ കരുത്തരാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാം ഈ തുടർന്നുള്ള സ്കൂൾ ദിനങ്ങൾ അവരെ പ്രാപ്തരാക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ അർജുൻ?
തീർച്ചയായും അത്തരത്തിൽ വേണം നമുക്ക് പറയുവാൻ. അതായത് ഇവരെ ഈ ഒരു കൗൺസിലിംഗ് രീതി അടക്കം നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇതിനു മുൻപും ഈ ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായി തന്നെ കൗൺസിലിംഗ് രീതി നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യം വീണ്ടും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഇവർക്ക് പാഠ്യേതര വിഷയങ്ങൾ കൂടുതലായി മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിൽ നമ്മൾ വെള്ളാർമല GVS മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും പഠനം നടത്തുക. അതായത് ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില ബ്ലോക്കുകൾ അവർക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അവരായിരിക്കും ഇവിടെ ഇനി പഠനം നടത്തുക. അതുപോലെ തന്നെ മുണ്ടക്കൈ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെയുള്ള APJ കമ്മ്യൂണിറ്റി ഹാളുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ മനോഹരമായ ചിത്രം അർജുൻ ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ഇന്ന് അതിജീവനത്തിൻ്റെ ഒരു പുതിയ പാതയാണ് വയനാട് തുറക്കുന്നത്. കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. ഇതിൽ വലിയ രീതിയിൽ മനസ്സിനാഘാതം സംഭവിച്ച കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ കരുത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ഒക്കെ ആകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.